ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ബ്രെഡ് സാൻഡ്വിച്ച്. അതിനാവശ്യമായ പച്ചക്കറികൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചീസ്, ബട്ടർ, കുരുമുളക് പൊടി, ഉപ്പ്, ഇവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ടൊമാറ്റോ സോസ്. ഇവയൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഞാൻ പച്ചക്കറികൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇതേമാതിരി കട്ട് ചെയ്ത് പച്ച രീതിയിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സോഫ്റ്റായി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ട് ചെറിയ ചൂടാക്കി എടുത്താൽ മതി. പിന്നീട് ബ്രെഡ് സ്ലൈസസ് എടുത്ത് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിനുശേഷം പച്ചക്കറികൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കണം. ക്യാരറ്റ്, കക്കിരിക്ക, പൊട്ടറ്റോ, തക്കാളി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഉള്ളി എല്ലാം വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പരം തന്നെ കുറച്ച് ചീസ് കൂടി, നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസാണ് ഉള്ളതെങ്കിൽ ഇത് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ മറ്റേ സ്ലൈസിൽ നമ്മൾ ബട്ടർ പുരട്ടി കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. അതുപോലെ ഞാൻ എല്ലാ ബ്രെഡും സാൻഡ്വിച്ചിൻ്റെ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു. നമ്മൾ ഇവിടെ രണ്ട് രീതിയിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു ടോസ്റ്ററാണ്. ആദ്യം നമുക്ക് അതിലുണ്ടാക്കി നോക്കാം. ഇത് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, സാൻഡ്വിച്ച് ടോസ്റ്റർ. ജസ്റ്റ് ആദ്യം ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചൂടാക്കിയെടുത്തു. അതിനുശേഷം സാൻഡ്വിച്ച് ഇതിനകത്ത് വെച്ച് ഫ്ലെയിം ലോ ആയിട്ട് തന്നെ മതി, ഫ്ലെയിം അധികം കൂട്ടണ്ട, അപ്പോൾ അത് കരിഞ്ഞു പോവും. രണ്ട് വശവും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. രണ്ട് വശവും തിരിച്ചും മറിച്ചും ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ടോസ്റ്ററിൽ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു തവ വെച്ച് സാൻഡ്വിച്ച് ചൂടാക്കിയെടുക്കുന്നുണ്ട്, അതും കൂടി കാണിക്കാം. തവയിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുന്നു ആദ്യം. ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തുവിടാൻ ഈ സാൻഡ്വിച്ച് നല്ലതാണ്. കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ. അവരെ കൊണ്ട് പച്ചക്കറി കഴിപ്പിക്കാനും ഇതിൽ കൂടി കഴിയും. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതെല്ലാം കൂടി ചീസും ബട്ടറും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് കഴിക്കാനൊരു കൗതുകമായിരിക്കും. നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം.